കൊറിയർ സർവീസ് ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാശി നിരോധിച്ചാണ്. ശിവകാശിയിലൊന്നും കിട്ടാൻ സാധനം. പക്ഷേ കുന്നംകുളത്ത് വന്നുകൊണ്ട് ഈ കടയിൽ ചോദിച്ചാണ് ഇഷ്ടംമാതിരി സാധനമുണ്ട്. 240 ഷോട്ടിൻ്റെ ഹെവി സാധനമാണ് ഈ സാധനം. ഇതൊക്കെ മേലെ പോയിക്കൊണ്ട് പൊട്ടി വിരിണ്ട് കാണാൻ തന്നെ ഭയങ്കര. നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മൾ കുന്നംകുളത്തേക്ക് പോകണേ. കുന്നംകുളത്തേക്ക് എന്തിനാണ് പോകുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ പടക്കം എടുക്കാൻ പോകണേ. പെരുന്നാളാണ് അടുത്ത ആഴ്ച വരേണ്ടത്. അപ്പോൾ അതിനുള്ള പടക്കം എടുക്കാൻ പോകണം. നമ്മൾ കുന്നംകുളത്ത് ശിവകാശിയിൽ നിന്നാണ് ഏറ്റവും വില കുറവിൽ പടക്കം കിട്ടേണ്ട വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത്. പിന്നെ രണ്ടാമത്തെ കേരളത്തിലവിടെ കുറഞ്ഞ വിലയിൽ നമുക്ക് പടക്കങ്ങൾ ലഭിക്കാൻ നോക്കുകയാണെങ്കിൽ ഒന്ന് തിരുവനന്തപുരത്തും പിന്നെ രണ്ടാമത് കുന്നംകുളത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുന്നംകുളത്ത് പോയിക്കാണ്ട് ഏത് ഷോപ്പിൽ നിന്നാണ് നമ്മൾ പടക്കം എടുത്തതോ ഏതൊക്കെയാണ് നമ്മളെടുത്ത പടക്കങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാൻ വെച്ചാൽ നമുക്ക് കുന്നംകുളത്ത് പോകാനുള്ള ബസ് ഇതാ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ വഴിക്ക് പോകേണ്ട ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ബസ് ഫുള്ളായതുകൊണ്ട് നമുക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നത്. പിന്നെ ആരെങ്കിലും പാവപ്പെട്ട ആരെങ്കിലും നീച്ചു പോകണം, നമുക്ക് അവിടെ ഇരിക്കണം. ഫൈനലി നമ്മളിതാ കുന്നംകുളം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പുതിയ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത് ബസ്. അപ്പോൾ ബസ് സ്റ്റോപ്പ് നോക്കണമെങ്കിൽ കിടിലം ബസ് സ്റ്റോപ്പാണ്. പുതിയ ബസ് സ്റ്റോപ്പ് തന്നെയാണ് പറയുക. എന്താ പറയുക, എയർപോർട്ടിലൊക്കെ പോയ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ പുറത്തേക്ക് പോവാണ്, ഓട്ടോ സ്റ്റാൻഡിലേക്ക്. അവിടെ പോയിട്ട് ഓട്ടോ സ്റ്റാൻഡ് പോയിക്കാണ്ട് അറ്റിങ്ങളോട് ഇവിടെ പടക്കകടൊക്കെ അന്വേഷിക്കണം. അതാണ് അടുത്ത പരിപാടി. ഫൈനലി നമ്മളിതാ ഒരു ഓട്ടോറിക്ഷയിൽ കയറിക്കൊണ്ട് നമ്മൾ പടക്കകടയ്ക്ക് പോകണേ. അപ്പോൾ പടക്കകട ഓടെ നോക്കുകയാണെങ്കിൽ കുന്നംകുളത്തെ വടക്കാഞ്ചേരി റൂട്ടിലാണ് വരേണ്ട പടക്കകട. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പടക്കകടയ്ക്ക് പോകാം. Mson ക്രാക്കേഴ്സിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ കടൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്നതാണ് നമുക്ക് എടുത്ത സാധനങ്ങൾ. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കടയിൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ വലിയൊരു കടയാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടയാണ്. എന്താ പറയുക, കുറേ ഐറ്റംസ് സാധനങ്ങളുണ്ട്. 4 തരം എന്താ പറയുക ഓലപ്പടക്കങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ശിവകാശിയിൽ നിരോധിച്ച സാധനമാണ് മാലപ്പടക്കം. അത് ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയുക, നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ പൊട്ടിച്ചിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മേശാപ്പൂ. ഇതൊരു കല്ലുമായിട്ടുള്ള മേശാപ്പൂവാണ്. പിന്നെ എൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് തീ കാണിച്ചു കൊടുത്താൽ മതി, അപ്പോൾ തന്നെ കിടിലം പോലത്തെ മേശാപ്പൂ വയ്ക്കില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹെലികോപ്റ്റർ. ഇത് ശിവകാശിന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഹെലികോപ്റ്റർ കിടിലം ഐറ്റമാണ്. പക്ഷേ ഡ്രോണൊന്നും കിട്ടിയ ഹെലികോപ്റ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ പിന്നെ നമ്മളിത് ഒക്കെ നോക്കണം, 1 ഷോട്ട്. പിന്നെ ഷോട്ടുകളെ ഒരു മയാണ്. ഇതാ ഇവിടുന്ന് മേൽപ്പട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ ഷോട്ട് വലുതാക്കിയാണ്ട് പൊട്ടുന്ന ഐറ്റംസൊക്കെ ഉണ്ട് ഷോട്ടുകൾ. പിന്നെ 30 ഷോട്ട്, 50 ഷോട്ട്, മേശാപ്പൂവ്, പിന്നെ പിരി അങ്ങനത്തെ പല ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാലപ്പടക്കം 1000 എണ്ണം, 2000 എണ്ണം, 3000 എണ്ണം. പിന്നെ ഇതാണ് സ്മോക്ക് നമുക്ക് കല്യാണത്തിനൊക്കെ സ്മോക്കൊക്കെ ഇടില്ല, ആ സാധനമാണിത്. പല വെറൈറ്റി ഉണ്ട്. ഇത് മാലപ്പടക്കത്തിൻ്റെ വലിയ മോഡല്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു മോഡലിന് ഒച്ചൊക്കെ ഉണ്ടാവും. മാത്താങ്കുള്ളിയാണ് അടുത്തത്. എന്താ പറയുക, തീപ്പെട്ടി വന്ന് നമ്മൾ എന്താ പറയുക പൂത്തിരിയൊക്കെ വരില്ല, ആ ഐറ്റം മോഡൽ. പിന്നെ മാത്താങ്കുള്ളി പല മോഡലുണ്ട്, ചെറിയ വലുത് പല ഐറ്റംസും ഉണ്ട് സാധനങ്ങൾ. പിന്നെ കുറേ ഐറ്റം സാധനങ്ങൾ വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ കൂടുതലായിട്ട്. കാണാത്ത മോഡൽസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത്
നമ്മൾ ഷോർട്ട് ചെയ്യുക. ഇപ്പോൾ പോകുമ്പോൾ ഉള്ള ഒരു തീപ്പൊരിയൊക്കെ വരില്ലേ, ആ സാധനം മാത്രം. പിന്നെ ചക്കരം, പൂത്തിരി, എന്താ പറയുക, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഔട്ട്, ചെറിയ ഔട്ടാണിത്. പിന്നെ മേശാപ്പൂവ് എത്ര 3 കളറ്, ഒരു തീ എടുത്താൽ 3 കളറ് ഐറ്റംസാണ്. പല ഐറ്റം മോഡലുണ്ട്. ഇതിൻ്റെ പേരൊന്നും ഇപ്പോൾ വലിയ കൊടുത്തില്ല, എന്നാലും ഫോട്ടോ കണ്ട് സാധനത്തിൻ്റെ പേര് അറിയാവുന്നുള്ളൂ. പിന്നെ പിരിവിരി ഇത് ഹെവി സാധനമാണ്. എത്ര ഒരു ബോക്സിൽ 5 പീസെറ്റ് ഉണ്ടാവുള്ളൂ. ഹെവി സാധനമാണ്, കളർഫുള്ളായിരിക്കും. പിന്നെ നോക്കണം മേലെ പോയി പൊട്ടുന്ന ഷോട്ടുകൾ. പിന്നെ അത് മറ്റേ വിജിലിൻ്റെ പുതിയ മോഡല്, ഓരോ പടക്കത്തിൻ്റെ മാതിരി പേപ്പറ്. പിന്നെ അത് മേലെ പോയി പൊട്ടുണ്ട്. എത്ര പറയുക, ഇതിന് നമുക്ക് അവിടെ വന്നത് 30 റുപ്യാണ്. ഈ ഒറ്റ കുറ്റിക്ക് 30 റുപ്യ. ഇവിടെ നാട്ടിലൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരു 50-60 റുപ്യക്കൊക്കെ വിൽക്കുക, നല്ല ലാഭമാവുള്ളൂ. ഇത് വലിയ ഔട്ട്, കിടില ഐറ്റം സാധനമായിരിക്കും. പിന്നെ അതിൻ്റെ ചെറുത്. പിന്നെ മേശാപ്പൂവ്, മേശാപ്പൂവ് 5 ബണ്ടിൽ. മാലപ്പടക്കം ശിവകാശി നിരോധിച്ചാണ്. ശിവകാശിയിലൊന്നും കിട്ടാൻ സാധനം. പക്ഷേ കുന്നംകുളത്ത് വന്നുകൊണ്ട് ഈ കടയിൽ ചോദിച്ചാണ് ഇഷ്ടംമാതിരി സാധനമുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന മേശാപ്പൂവ്, ഓലപ്പടക്കമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാക്കണക്കിന് സാധനം വേണം, ഇവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടും. പിന്നെ ഔട്ട് ആയിക്കോട്ടെ, എല്ലാതും ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താ പറയുക, പിരിൻ്റെ പുതിയ മോഡലായ മേശാപ്പൂവ് ഐറ്റം സാധനം. പിരിവിരി കളർഫുള്ളാണ് ഈ സാധനം. പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 12 ഷോട്ട് മേലെ പോയിക്കൊണ്ട് വിരിയണ സാധനമാണ്. പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 240 ഷോട്ടിൻ്റെ ഹെവി സാധനമാണ് ഈ സാധനം. ഇതൊക്കെ മേലെ പോയിക്കൊണ്ട് പൊട്ടി വിരിഞ്ഞ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ വെച്ചാൽ നമ്മളെടുത്ത സാധനങ്ങളാണ് ഈ നിലത്ത് കിടക്കുന്ന സാധനങ്ങൾ. സമൂസൻ്റെ വലുപ്പമൊക്കെ ഉണ്ട്, ഓരോ ഓലപ്പടക്കത്തിൻ്റെ വലുപ്പം കണ്ടാൽ. കുന്നംകുളം ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് തിരിച്ചാണ്. അപ്പോൾ ഹെവി സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ 3 കെട്ടാക്കി കണ്ടാണ് എടുത്തിട്ടുള്ളത്. സുഖകരമായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ ബസ്സിൻ്റെ വരെ ഇവിടെ കാത്തിക്കണം കോഴിക്കോട്. അപ്പോൾ ഫൈനലി നമുക്കിതാ ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 6:50 ആയിക്കണം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഓവർ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുന്നംകുളത്ത് പോയിക്കാണ്ട് പടക്കെടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കടൻ്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങാനുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്ത് മേങ്ങ. പിന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവിടുന്ന് കൊറിയർ സർവീസ് ഉണ്ടാവില്ല. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അവിടെ പോയിക്കാണ്ട് സാധനം മേങ്ങ കൊണ്ടുവരിക. അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് സാധനം എന്താ പറയുക എടുക്കുകയാണെങ്കിൽ നമ്മൾ ബസ് പോയിക്കാണ്ട് ഒരു ബസ്സിൽ എങ്ങനെ കൊണ്ടുവരേണ്ടിയൊക്കെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പാക്കിങ്ങൊക്കെ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ നമുക്കും കൊണ്ടുവരാം. അപ്പോൾ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. കൊറിയർ സർവീസ് ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂടുതൽ അപ്ഡേഷനും ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിക്കൊണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.